അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ ദമ്പതികളെയും സുഹൃത്തിനെയും ദേഹമാസകലം മുറിവേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ സാത്താൻ സേവ അഥവാ ദുർമന്ത്രവാദം എന്ന നിഗമനത്തിൽ തന്നെ എത്തുകയാണ് അരുണാചൽ പോലീസ്. മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, അതായത് മരിച്ചു കഴിഞ്ഞാലും ജീവിക്കുക, പിന്നെ മരണമില്ല, ഇത് വിശ്വസിപ്പിച്ച് ആത്മഹത്യയിലൂടെ പുനർജന്മം സാധ്യമാക്കാനാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിനി ദേവി, ഭർത്താവ് നവീൻ എന്നിവർക്കൊപ്പം അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ വട്ടിയൂർക്കാവ് മേലത്തുമേല സ്വദേശിനി ആര്യയും ജീവനൊടുക്കിയത്. നവീൻ തോമസും ദേവിയും വർഷങ്ങളായി മരണാനന്തര ജീവിതത്തെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നുവെന്ന് മൊബൈൽ ഫോണിൽ നിന്നും പോലീസിന് തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. മരണാനന്തര ജീവിതം അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിതം എന്നിവയെക്കുറിച്ചുള്ള ആശയങ്ങൾ ആദ്യം പഠിച്ചത് നവീൻ തോമസ് ആയിരുന്നു. പിന്നീട് മറ്റ് രണ്ടുപേരെയും ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആര്യയുടെ കഴുത്തിനും ദേവിയുടെയും നവീന്റെയും കയ്യിലുമാണ് മുറിവുകൾ. അതുകൂടാതെ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഗുളികകൾ ഇവർ കഴിച്ചിരുന്നു. ഇതിന് ബാക്കി വന്ന ഗുളികകളാണ് പോലീസ് കണ്ടെത്തിയത്. അതായത് ഇവർ സാത്താൻ സേവയിലൂടെ ഒരു പുനർജന്മം സാധ്യമാക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇതിനായി തന്നെ ഈ സാത്താൻ സേവ നടത്താൻ ഇവർ തെരഞ്ഞെടുത്തതാകട്ടെ ഇക്കഴിഞ്ഞ നാളിലെ ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളായ പെസഹവേഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ദിനങ്ങളായിരുന്നു. അതായത് ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവർക്ക് പ്രധാനപ്പെട്ട ദിനം കൂടിയാണ് ഈസ്റ്റർ. അതുകൊണ്ട് തന്നെ ഈസ്റ്റർ ദിവസമാണ് ഇവർ സാത്താൻ സേവ നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. മറ്റൊന്ന്, നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ എറണാകുളത്ത് സാത്താനെ ആരാധിക്കുന്ന സംഘം സജീവമാണ് എന്ന വാർത്തകളൊക്കെ ഇതിനു മുമ്പ് തന്നെ കർമ്മ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. സാത്താനെ പ്രസാദിപ്പിക്കാൻ ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാതലായ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നതടക്കമുള്ള ആഭിചാര കർമ്മങ്ങളാണ് ഈ സംഘങ്ങൾ നടത്തി വന്നത്. അതായത് കുർബാനയെ അപമാനിച്ചാൽ സമ്പത്ത് വർദ്ധിക്കുമെന്നും അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് സാത്താൻ ആരാധന സംഘം അന്ധമായി തന്നെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഴ്ത്തിയ തിരുവോസ്തി ദേവാലയങ്ങളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന് അതികഠിനമായ വിധത്തിൽ അതിനെ അവഹേളിക്കുന്നതും വിശുദ്ധ ബൈബിൾ നിന്ദിക്കുന്നതും കുരുതി അഥവാ അരുംകൊല നടത്തുന്നതും ഇവരുടെ ആഭിചാര കർമ്മങ്ങളുടെയൊക്കെ ഭാഗമാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ അക്രൈസ്തവരായ യുവാക്കൾ പള്ളിയിൽ കടന്നുകയറി തിരുവോസ്തി സ്വീകരിച്ചതടക്കമുള്ള വാർത്തകളായിരുന്നു ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾ പുറത്തുവിട്ടത്. പിന്നാലെ വിശ്വാസികളുടെ തന്നെ ഒരു സമയോചിതമായ ഇടപെടൽ കാരണം അന്ന് ഈ ഒരു ശ്രമം പരാജയപ്പെട്ടു. അതായത് ഇപ്പോൾ എറണാകുളം പോലുള്ള മെട്രോ സിറ്റികളിൽ സാത്താൻ ആരാധന സംഘങ്ങൾ സജീവമാകുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണിത്. ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതായത് വെള്ളിയാഴ്ചകൾ തോറും നടക്കുന്ന സാത്താൻ ആരാധനകളിൽ തിരുവോസ്തിയെ വികലമായി ഉപയോഗിക്കാറുണ്ട് എന്നാണ് വിവരങ്ങൾ. ഇത് മാത്രമല്ല, ദൈവം നിന്ന് അടങ്ങുന്ന സാത്താൻ ആരാധനയ്ക്കായുള്ള ഉപകരണങ്ങളുടെ വിൽപ്പനയും ഇപ്പോൾ ഇന്റർനെറ്റിലൂടെ വർദ്ധിച്ചിരിക്കുകയാണ്. അതിൽ ഒന്ന് തലതിരിഞ്ഞ കുരിശ്, കറുത്ത മെഴുകുതിരികൾ, തലയോട്ടിയും ചിഹ്നവും സ്വാസ്തിക് ചിഹ്നവും പരിശുദ്ധമായ കൊന്തയുടെ സാത്താൻ പ്രതിരൂപങ്ങളുമാണ് സാത്താൻ ആരാധനയ്ക്ക് വേണ്ടി വരുന്നവർ ഉപയോഗിക്കുന്നത്. തലയോട്ടി ആകൃതിയിലുള്ള 13 മുത്തുമണികൾ അടങ്ങിയ മാലയാണ് സാത്താൻ ആരാധകർ ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ബ്ലാക്ക് മാസ് അഥവാ കറുത്ത കുർബാനയാണ് ഇവർ സാത്താൻ ആരാധനയിൽ നടത്തുന്നത്. ഇത്തരം ആരാധന കേരളത്തിലും വ്യാപകമാകുന്നുണ്ട് എന്നും ഇതിനെതിരെ വൈദികർ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ഇതിനു മുമ്പ് തന്നെ കത്തോലിക്ക മെത്രാൻ സമിതി 2012 പുറത്തിറക്കിയ ഒരു പഠനരേഖയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. 15ാം നൂറ്റാണ്ടോടെയാണ് സാത്താൻ ആരാധന എന്ന പേരിൽ അറിയപ്പെടുന്ന കറുത്ത കുർബാനയുടെ തുടക്കം തന്നെ. റോമൻ കുർബാന ക്രമത്തിന്റെ ആക്ഷേപ രീതിയിലുള്ള അനുകരണം എന്ന രീതിയിൽ തന്നെ സ്ഥാപിക്കപ്പെട്ട കറുത്ത കുർബാന ആദ്യമായി തുടങ്ങുന്നത് 17ാം നൂറ്റാണ്ടിലാണ്. അമേരിക്കയിലെ ഒരു കോവൻ ഗ്രൂപ്പ് 1968 13 മിനിറ്റ് ദൈർഘ്യം വരുന്ന കറുത്ത കുർബാനയുടെ ആൽബം പുറത്തിറക്കിയതും അത് സ്റ്റേജ് ഷോയുടെ ഭാഗമായി മാറുകയും ചെയ്തതോടെയാണ് കറുത്ത കുർബാനയ്ക്ക് കൂടുതൽ ആരാധകരുണ്ടായതും. അതായത് കറുത്ത കുർബാനയെ പറ്റി കത്തോലിക്ക സഭ പുറത്തിറക്കിയ പഠനരേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ്: സ്ത്രീയുടെ നഗ്ന ശരീരമാണ് കറുത്ത കുർബാനയുടെ ബലിപീഠം. കത്തോലിക്ക ദേവാലയങ്ങളിൽ കൂദാശ ചെയ്യപ്പെട്ട തിരുവോസ്തിയാണ് കറുത്ത കുർബാനയിൽ ഉപയോഗിക്കുന്ന അപ്പം. കാസയിൽ വീഞ്ഞിന് പകരം സ്ത്രീ പുരുഷ സ്രവങ്ങളുടെ മിശ്രിതമാണ് ഉപയോഗിക്കുന്നത്. അൾത്താരയായി വർത്തിക്കുന്ന സ്ത്രീയുടെ രഹസ്യഭാഗത്തെ സക്കാരിയ, അതായത് ഓസ്തി സൂക്ഷിക്കുന്ന സ്ഥലമായി കണക്കാക്കി ഓസ്തി പ്രസ്തുത സ്ഥലത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഈ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. പൈശാചിക ആരാധനയിൽ പങ്കെടുക്കുന്നവർ തങ്ങളുടെ മതത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തെ അവഹേളിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതും. പൈശാചിക പ്രാർത്ഥനകളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും തിരുവോസ്തിയിലെ ക്രിസ്തുവിന്റെ സാന്നിധ്യം അവഹേളിച്ച് അശുദ്ധമാക്കുകയാണ് കർമ്മങ്ങളുടെ അത്യന്തിക ലക്ഷ്യം. കുർബാന പ്രതിഷ്ഠിച്ച ആൾത്താരെയും സക്കാരിയുമായി കാർമ്മികനും പങ്കാളിയുമായി പരസ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോടെയാണ് കർമ്മങ്ങൾ പൂർത്തിയാകുന്നത്. കുർബാന സ്വീകരിക്കുന്നത് പകരമാണ് ലൈംഗിക ബന്ധം ഉൾപ്പെടുന്നത്.
ഉൾപ്പെടുത്തിയിരിക്കുന്നതും തലതിരിച്ചു വെച്ച കുരിശ്, കറുത്ത മെഴുകുതിരി, അശുദ്ധ രക്തം എന്നിവ കുർബാനയിലെ പൂജാദ്രവ്യങ്ങളായി ഉപയോഗിക്കുമ്പോൾ കറുത്ത കോട്ട് ധരിച്ച ആളായിരിക്കും കാർമികൻ. കേരളത്തിലും സാത്താൻ ആരാധന വ്യാപകമാകുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇതിനു മുമ്പത്തെ വർഷങ്ങളിലും ഈ സംഭവങ്ങൾ പുറത്തുവരുന്നത്. ഇതിനെ തുടർന്ന് തന്നെ കത്തോലിക്ക സഭ വിശുദ്ധ കുർബാന കയ്യിൽ നൽകുന്ന പതിവ് നിർത്തലാക്കാൻ വൈദികർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. സാത്താൻ ആരാധനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘങ്ങൾ കൈകളിൽ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന സാത്താൻ ആരാധന സംഘങ്ങളുടെ പക്കലിലെത്തുന്നു എന്ന വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഇങ്ങനൊരു നിർദ്ദേശം. അതായത് സാത്താൻ ആരാധനയുമായി ബന്ധപ്പെട്ട് വൈദികരും വിശ്വാസികളും മുൻകരുതൽ എടുക്കണമെന്ന് തന്നെ ഇതിനു മുമ്പ് തന്നെ വൈദികർക്കും വിശ്വാസികൾക്കും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് സാത്താൻ ആരാധന കേരളത്തിൽ വ്യാപകമാവുകയാണ്. ഇതിനെ തുടർന്നാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരിക്കുന്ന 3 പേരുടെ മരണങ്ങളിലും സംഭവിച്ചിരിക്കുന്നു എന്നതാണ് വിവരങ്ങൾ. നിരവധി യുവാക്കളും യുവതികളുമാണ് സാത്താൻ ആരാധനയിൽ ഉൾപ്പെടുന്നത്. സാത്താൻ ആരാധനയുടെ ഭാഗമായി ഇവർ ചിഹ്നങ്ങളടക്കം ധരിക്കുന്നുണ്ട്. ആഭരണങ്ങളുടെ രൂപത്തിലും ടീഷർട്ടുകളായും പച്ചകുത്തലുമായും ഒക്കെ ചെറുപ്പക്കാരിലേക്ക് സാത്താൻ ചിഹ്നങ്ങൾ എത്തുകയാണ്. അതായത് ശരീരത്തിൽ പച്ചകുത്തുക, മുറിവുകൾ ഉണ്ടാക്കുക, ആണികൾ തറയ്ക്കുക, മീശ കളഞ്ഞിട്ട് താടി നീട്ടുക, തലമുടിയും താടിയും വിരൂപമാക്കുക, ശരീരത്തെ മലിനമാക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക, പുകവലി, മദ്യപാനം, കഞ്ചാവ്, സാത്താന്റെ പാട്ട് കേൾക്കുക, ഇതൊക്കെയാണ് നിലവിൽ സാത്താൻ ആരാധനയിലേക്ക് വഴിതെറ്റുന്ന യുവാക്കളുടെ ലക്ഷണങ്ങൾ. തലകീഴായി ഒരു കുരിശിൽ സർപ്പം ചുറ്റിയിരിക്കുന്നതാണ് ഇവരുടെ അടയാളങ്ങൾ. കൂടാതെ 5 കാലുള്ള നക്ഷത്രമാണ് സാത്താന്റെ മതത്തിന്റെ ഔദ്യോഗിക ചിഹ്നം. ബൈബിളിലൂടെ എന്തെല്ലാം അരുതെന്ന് പറയുന്നുവോ അതെല്ലാം ലംഘിക്കുന്നതാണ് ഇവരുടെ ആരാധനയുടെ ശൈലി എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.